ദിനാചരണ പരിപാടി ആരംഭിക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. ദീപ. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും, ഏകണേ ഞങ്ങൾക്കെപ്പോഴും. ആയുർവേദ ദിനാചരണ പരിപാടിക്ക് സ്വാഗതം അർപ്പിക്കുന്നതിനായി നമ്മുടെ മാനൂർ വാർഡിന്റെ ADS വൈസ് പ്രസിഡന്റ് ശ്രീമതി സിന്ധുനെ ക്ഷണിച്ചുകൊള്ളുന്നു. ആയുർവേദ ദിനത്തിന്റെ ഭാഗമായി ഇന്ന് ക്ലാസ് എടുക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇന്നിവിടെ മീറ്റിംഗ് ആരംഭിച്ചിരിക്കുന്നത്. ആദ്യമായി സ്വാഗതം പറയേണ്ടത് നമ്മുടെ വാർഡ് മെമ്പറായിരിക്കുന്ന ശ്രീമതി സള്ള വിൽസൻ്റെ അവർക്കും, ഈ ക്ലാസ് ഉദ്ഘാടനം ചെയ്യാൻ കടന്നു വന്ന നമ്മുടെ പ്രസിഡന്റ് ആയ ശ്രീ രാജ്മോഹൻ അവർക്കും, HMC അംഗങ്ങളായ ശ്രീ ദിവാകരൻ നായർക്കും ജെയിൻ ഗിൽബർട്ടും അവർക്കും ഞാൻ സ്വാഗതം പറയുകയാണ്. നിങ്ങൾക്കറിയാം, ആയുർവേദത്തിൻ്റെ പ്രാധാന്യം ഇപ്പം നമുക്ക് കൂടി വരികയാണ്. ഇതിൻ്റെ കുറച്ച് നാളുകൾക്ക് ശേഷം ആയുർവേദം നമുക്ക് കുറഞ്ഞു വരികയും അലോപ്പതിയിലോട്ട് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗം കൂടി വരികയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ അലോപ്പതിയിലോട്ട് പോകുമ്പോൾ നമ്മുടെ മരുന്നിൻ്റെ ഉപയോഗങ്ങൾ കൂടുന്നതിനനുസരിച്ച് നമുക്ക് അതിൻ്റേതായ പലതരത്തിലുള്ള വിഷമതകളും കൂടുതലുകളും വർദ്ധിക്കുകയുമാണ് ഉണ്ടായത്. ഇപ്പോൾ വീണ്ടും നമ്മുടെ എല്ലാവരും ആയുർവേദത്തിലേക്ക് മടങ്ങി വരികയാണ് ചെയ്യുന്നത്. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ ബോധവൽക്കരണം തരുന്നതിലേക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഇവിടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ ആദ്യമായി സ്വാഗതം പറയേണ്ടത് നമ്മുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ശ്രീമതി സള്ള വിൻസെൻ്റ് അവർക്കാണ്. അവർക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി കടന്നു വന്ന നമ്മുടെ രാജ്മോഹൻ പഞ്ചായത്ത് പ്രസിഡന്റ് അവർക്കും ഈ യോഗത്തിന്റെ പേരിലുള്ള സ്വാഗതം അറിയിക്കുന്നു. അടുത്തതായി സ്വാഗതം പറയേണ്ടത് ഡോക്ടർക്കാണ്, ആയുർവേദ ഡോക്ടർക്കാണ്. അദ്ദേഹത്തിനും ഈ യോഗത്തിന്റെ പേരിലുള്ള സ്വാഗതം അറിയിക്കുന്നു. അടുത്തതായി സ്വാഗതം പറയേണ്ടത് HMC അംഗങ്ങളായ ശ്രീ ദിവാകരൻ, ജെയിൻ ഗിൽബർട്ട് അവർക്കാണ്. അവർക്കും ഈ യോഗത്തിന്റെ പേരിലുള്ള സ്വാഗതം അറിയിക്കുന്നു. അടുത്തതായി സ്വാഗതം പറയേണ്ടത് സഖാവ് ഷാജിക്കാണ്. ഷാജിക്കും ഈ യോഗത്തിന്റെ പേരിൽ സ്വാഗതം അറിയിക്കുന്നു. അടുത്തതായി സ്വാഗതം പറയേണ്ടത് നമ്മുടെ വാർഡിൽ നിന്നും കടന്നു വന്ന കുടുംബശ്രീ അംഗങ്ങളും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുമാണ്. അവർക്കും എൻ്റെ പേരിലും ഈ യോഗത്തിന്റെ പേരിലുമുള്ള സ്വാഗതം അറിയിക്കുന്നു. ഏറ്റവും സ്നേഹബഹുമാനമുള്ള വെള്ളട ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന പ്രിയമുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജ്മോഹൻ അവറുകളെ, ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ ആയുർവേദ ഡോക്ടർ ശ്രീ പ്രമോദ്, ഏറ്റവും പ്രിയമുള്ള HMC അംഗങ്ങളായ ശ്രീമാൻ ദിവാകരൻ നായർ അവറുകളെ, പ്രിയമുള്ള ജെയിൻ ഗിൽബർട്ട് അണ്ണൻ, ഏറ്റവും പ്രിയമുള്ള ADS അംഗങ്ങളെ, ഏറ്റവും സ്നേഹമുള്ള നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികളെ, ഇന്ന് ആയുർവേദ ദിനാചരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്ലാസ്സും നമ്മുടെ ഗുണഭോക്താക്കൾക്ക്, നമ്മുടെ ഗ്രാമസഭാ ഗുണഭോക്താക്കൾക്ക് ഫോമുകളെല്ലാം ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നൊക്കെ ഒപ്പിട്ടൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് തരുന്നതിന് വേണ്ടിയും കൂടിയാണ് ഇന്നത്തെ മീറ്റിംഗ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, നമ്മളെല്ലാം പണ്ട് കാലങ്ങളിൽ കാലുവേദനയും കൈവേദനയൊക്കെ വരുമ്പോൾ ആടലോടകവും മറ്റ് പച്ചമരുന്നുകളും നെച്ചിയും ഒക്കെ എടുത്ത് നമ്മൾ വെള്ളമൊക്കെ തിളപ്പിച്ച് ദേഹത്ത് ചൂട് പിടിപ്പിച്ച് നമ്മുടെ രോഗങ്ങളെല്ലാം മാറ്റി വാദത്തിനും കാലുവേദനയ്ക്കും ഒക്കെ നടുവേദനയ്ക്കുള്ള മരുന്നുകൾ സ്വയം തന്നെ കണ്ടെത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് നമ്മളെല്ലാവരും ആയുർവേദത്തെ മറന്നുകൊണ്ട് പെട്ടെന്ന് അലോപ്പതിയിലേക്ക് പോവുകയും ഒരു പനി വന്നാൽ പോലും ഒരു ചുക്ക് കഷായം കുടിക്കാതെ നമ്മൾ പെട്ടെന്ന് ഒരു പാരസെറ്റമോൾ വാങ്ങി കഴിക്കുകയും പാരസെറ്റമോൾ കൂടുതൽ നമ്മൾ കഴിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് കിഡ്നിക്കൊക്കെ പ്രശ്നം വരികയും നമ്മൾ ഡയാലിസിലേക്ക് പോവുകയും ചെയ്തുകൊണ്ടിരുന്ന ഈ കാലയളവിൽ നമ്മൾ വീണ്ടും ആയുർവേദത്തിലേക്ക് തിരിച്ചു വരികയാണ്. നമുക്കറിയാം, നമ്മുടെ ആയുർവേദ ഡോക്ടർ ഇവിടെയുണ്ട്, നന്നായി നിങ്ങൾ ക്ലാസ് എടുക്കും. നമ്മൾ ഒരു ആയുർവേദ ആശുപത്രിയിൽ പോയി നോക്കിയാൽ ഇന്ന് ഏറെക്കുറെ വാർദ്ധക്യം ചെന്ന അമ്മമാരെയും
കുറേയൊക്കെ യുവജനങ്ങളെയൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും. കാരണം എല്ലാവർക്കും അറിയാം ഇന്ന് ആയുർവേദത്തിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ച്. ഇന്ന് അലോപ്പതിയിലുള്ളതുപോലെ തന്നെ ചികിത്സകളെല്ലാം തന്നെ ആയുർവേദത്തിലുമുണ്ട്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ ഒരുപാട് സമയം കാട് കയറുന്നില്ല. നമ്മുടെ പ്രസിഡന്റ് ഉദ്ഘാടന സമ്മേളനത്തിൽ സംസാരിക്കും, അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ സംസാരിക്കാനുണ്ട്. അപ്പം ഇന്നത്തെ ഈ നമ്മുടെ ദിനാചരണവുമായി ബന്ധപ്പെട്ട് നല്ലൊരു ക്ലാസ് ഡോക്ടർ എടുക്കും. അപ്പോൾ ഡോക്ടറും അതിനുവേണ്ടി ഒരുങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ദിനാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്തതിനായി ബഹുമാനമുള്ള വെള്ളട ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയങ്കരനായ പഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ട്രീറ്റ്മെൻറ്റുകൾ ഒഴിവാക്കി നമ്മളെല്ലാവരും അലോപ്പതി ട്രീറ്റ്മെൻറ്റിലൂടെയാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. എങ്കിൽ പോലും കഴിഞ്ഞ കുറേ വർഷങ്ങളായി വെള്ളട ഗ്രാമപഞ്ചായത്തിൻ്റെ ആയുർവേദ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾ എന്ന നിലയിൽ വർഷങ്ങളായി ഏറ്റവും പ്രായം ചെന്ന വളരെ പ്രയാസമുള്ള ആളുകളെല്ലാം ആയുർവേദ ട്രീറ്റ്മെൻറ്റിലൂടെ തന്നെ അവരുടെ മുട്ടുവേദനയായും കൈമുട്ടുവേദന, കാലുമുട്ടുവേദന അങ്ങനെയുള്ള വളരെയേറെ പ്രയാസങ്ങൾക്ക് നമ്മുടെ ആയുർവേദ ആശുപത്രിയുമായി വന്ന് അവിടുത്തെ മരുന്നുകൾ വാങ്ങി ഉപയോഗിച്ച് വളരെയേറെ സുഖം പ്രാപിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ മാറി മാറി വന്ന ഡോക്ടർമാരെല്ലാം വെള്ളട ആയുർവേദ ആശുപത്രി ഒരു IP കിടത്തി ചികിത്സിക്കുന്ന ഒരു ആശുപത്രിയാക്കി മാറ്റണമെന്ന വലിയ നിർദ്ദേശങ്ങൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിനോട് പല ഘട്ടങ്ങളിൽ നൽകാറുണ്ട്. വെള്ളടയിൽ കുറച്ച് സ്ഥലത്ത് 5 സെൻറ്റ് ഭൂമിയിലാണ് വെള്ളട ആയുർവേദ ആശുപത്രി ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷെ നമുക്ക് തൊട്ടടുത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെതായിട്ടുള്ള KSRTCയുമായി ചേർന്ന് 10-20 സെൻറ്റ് ഭൂമി ഗ്രാമപഞ്ചായത്തിനുണ്ട്. കഴിഞ്ഞ നാളുകളിൽ ഇവിടുത്തെ HMCയുടെ മീറ്റിംഗ് കൂടുമ്പോൾ ഗ്രാമപഞ്ചായത്ത് ആ ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. ഒരു IP അവിടെ തുടങ്ങുന്നതിനോട് ഗ്രാമപഞ്ചായത്തിന് ഏതൊരു വിധമായ പ്രയാസവുമില്ല. നമുക്കത് അങ്ങനെ ഒരു ആശുപത്രി ഉണ്ടാവണം. നമുക്ക് IP കിടത്തി ചികിത്സ എന്ന് പറയുന്നതാണ് ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശാശ്വതമായ ഒരു ട്രീറ്റ്മെൻറ്റ് ലഭ്യമാകുന്നത് കിടത്തി ചികിത്സയിലൂടെയാണ്. അപ്പോൾ അതിന് അനുയോജ്യമായ രീതിയിൽ സ്ഥലം കണ്ടെത്തി നൽകുന്നതിന് വേണ്ടി നമ്മുടെ പഞ്ചായത്ത് തീരുമാനിക്കുകയും അത് വിട്ടു നൽകാൻ വേണ്ടിയുള്ള തീരുമാനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളതാണ്. എങ്കിൽ പോലും നമ്മുടെ ആശുപത്രി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വാഹന സൗകര്യം, വാഹനം എത്താനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം എന്നുള്ളത് ഇന്ന് നമ്മുടെ രാവിലെ HMC മീറ്റിംഗ് കൂടിയപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശം നമ്മൾ നൽകുകയുണ്ടായി. അപ്പോൾ നമുക്ക് അനുയോജ്യമായ അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മുടെ പഞ്ചായത്തിനകത്ത് കുറവാണ്. അത് മാത്രമല്ല വെള്ളട ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ സ്ഥാപനങ്ങളും വെള്ളട ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് നിൽക്കണമെന്നാണ് വെള്ളടയിലെ പ്രാദേശികമായിട്ടുള്ള ആളുകളുടെ അഭിപ്രായം. നമുക്കറിയാം നെയ്യാറ്റിൻകര ആയുർവേദ ആശുപത്രി ഇരിക്കുന്നത് ഒരു 3 കിലോമീറ്റർ, നെയ്യാറ്റിൻകര 1-2 കിലോമീറ്റർ മാറിയാണ് അവിടുത്തെ ആയുർവേദ. അതിൽ നിന്ന് 2 കിലോമീറ്റർ മെയിൻ റോഡ്, പിന്നെ 1 കിലോമീറ്റർ കൂടെ ഉള്ളിലോട്ട് കയറിയാൽ മാത്രമേ ആ ആശുപത്രി എത്താനായിട്ട് സാധിക്കൂ. അപ്പം എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെയാണ്. കുറച്ച് സ്വല്പം മാറിയൊക്കെ ആയാൽ മാത്രമേ ആശുപത്രിക്ക് അനുയോജ്യമായ സ്ഥലവും സൗകര്യങ്ങളൊക്കെ ഒരുക്കി നൽകാനായിട്ട് സാധിക്കൂ. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് 1-2 പ്രാവശ്യം ചർച്ച ചെയ്തതാണ്. എങ്കിലും നമുക്കിനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എങ്കിലും നമ്മളെ ഓരോ ക്ലാസ്സുകൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ മെഡിക്കൽ ക്യാമ്പുകൾ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. അവിടെ മരുന്നുകൾ നൽകാറുണ്ട്, അവിടെ ബോധവൽക്കരണം നൽകാറുണ്ട്. ഇതൊക്കെ നമ്മൾ നൽകുമ്പോഴും നമുക്ക് അതുകൊണ്ട് നേട്ടം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ആ പറയുന്ന കാര്യങ്ങൾ അതേപടി ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. 9 മണിക്ക് ഗുളിക കഴിക്കാൻ പറഞ്ഞാൽ 12 മണിക്ക് ഗുളിക കഴിച്ചിട്ട് കാര്യമില്ല. 12 മണിക്ക് ഗുളിക കഴിക്കാൻ പറഞ്ഞാൽ രാത്രി 12 മണിക്ക് ആയിട്ടില്ല കഴിക്കേണ്ടത്. അതിനെല്ലാം ഒരു സമയമുണ്ട്. ആ സമയക്രമം അനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് രോഗം മാറാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, നമ്മൾ ഓരോ ദിവസവും ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ പങ്കിട്ടവരാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഓരോരുത്തരും. കോവിഡ് എന്ന മഹാമാരി കടന്നു പിടിച്ചപ്പോൾ രോഗങ്ങൾ മാറുന്നില്ല. നിരന്തരം ചുമയും പനിയും മറ്റ് അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിനൊരു ശാശ്വതമായ ഒരു ട്രീറ്റ്മെൻറ്റ് തീർച്ചയായിട്ടും ആയുർവേദത്തിലൂടെ നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതിന് വേണ്ടിയുള്ള ഈ ഒരു ക്ലാസ്സും അതുപോലെ ഇനി തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ദിനത്തോടനുബന്ധിച്ചുള്ള ഈ ക്യാമ്പ് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഔപചാരികമായി ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഇന്ന് പ്രസിഡന്റ് പറഞ്ഞ പോലെ കൊറോണ വന്ന ശേഷം എല്ലാവർക്കും ശ്വാസം മുട്ടവും
ശ്വാസ തടസ്സവും ജലദോഷവും തുമ്മലും ഒക്കെ മാറുന്നില്ല. അപ്പോൾ നമ്മുടെ ആയുർവേദത്തിലൂടെ നമുക്ക് വീടുകളിൽ കൊണ്ടുപോയി തിളപ്പിച്ച് കുടിക്കുന്നതിനുള്ള ഒരു പാനീയം, അതിൻ്റെ ഒരു പൊടിയൊക്കെ എല്ലാവർക്കും തരും. അപ്പോൾ അതിൻ്റെ പാനീയം ഡോക്ടർ പ്രസിഡന്റ് നൽകിക്കൊണ്ട് ഒരാളിന് കൊടുത്ത് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പാനീയം നൽകുന്നതിനായി ബഹുമാനമുള്ള ഡോക്ടറെയും ഇത് സ്വീകരിക്കുന്നതിനായി ഏറ്റവും സ്നേഹമുള്ള നമ്മുടെ ഉദയകല ചേച്ചിയെ ക്ഷണിക്കുന്നു. ഇതിൻ്റെ വിശദമായ കാര്യം ഞാൻ പിന്നീട് സംസാരിക്കുമ്പോൾ പറയാം. ഇത് പ്രതിരോധ ഔഷധങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പാനീയ ചൂർണമാണ് ആ പൊടി. ഇതിപ്പം കൊടുക്കുന്നത് അതുകൊണ്ട് ഒരു പ്രത്യേക ചേരുവയിൽ തയ്യാറാക്കിയ ഒരു പാനകം കുടിക്കാനുള്ളത്. അത്രമാത്രം ഇപ്പോൾ പറയാം. ബാക്കി വിശദമായിട്ട് ഞാൻ പിന്നീട് പറയാം. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിനായി നമ്മുടെ HMC അംഗം ജയൻ ഗിൽബർട്ടിനെ ക്ഷണിച്ചോളൂ. ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള ഇന്നിവിടെ പറയുകയുണ്ടായി, ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ പ്രത്യേകത ആയുർവേദ ദിന ആചരണം, ആയുർവേദ ദിനം എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. നാം എല്ലാവരും ആഗ്രഹിക്കുന്ന ആയുർവേദം അല്ലെങ്കിൽ നമ്മുടെ ആയുസ് എങ്ങനെയെങ്കിലും വർദ്ധിപ്പിക്കണം, ഒന്നുകൂടെ എങ്ങനെ കുറച്ചു കാലം കൂടെ നമുക്കിവിടെ ഭൂമിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ചെറിയ കുട്ടി മുതൽ 50 വയസ്സ് അല്ലെങ്കിൽ 90 വയസ്സ് പ്രായമുള്ള അമ്മച്ചിമാർ വരെ ആഗ്രഹിക്കുന്നത് കുറച്ചു കാലം കൂടെ എങ്ങനെയെങ്കിലും നമുക്ക് ഈ ഭൂമിയിൽ ജീവിച്ച് അല്ലെങ്കിൽ നമ്മുടെ തലമുറകളുടെ നന്മകൾ ഒന്നുകൂടെ കാണണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഏറെക്കുറെ ആൾക്കാരും. ഈ അടുത്ത കാലത്ത് ഒരു 90 വയസ്സായ ഒരു അമ്മച്ചി പറയുന്ന ഒരനുഭവം ഞാൻ കേൾക്കുകയുണ്ടായി. എനിക്കിനി കുറച്ചു കാലം കൂടെ ഇനിയും ജീവിക്കണം. എൻ്റെ കൊച്ചുമകൾക്ക് ഇപ്പോൾ 5 വയസ്സ് പ്രായമേ ഉള്ളൂ. ആ കൊച്ചുമകളുടെ പഞ്ചായത്ത് അധ്യക്ഷനും ഈ ക്ലാസ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത ശ്രീ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമാൻ രാജ്മോഹൻ, ആശുപത്രിയുടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ ഡോക്ടർ ശ്രീ പ്രസാദ്, HMC മെമ്പർ കൂടിയായ ഗിൽബർട്ട്, ബാക്കി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഈ ക്ലാസ് ഔദ്യോഗികമായി നടത്തുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ സർള വിൽസണിനും ഈ ക്ലാസ്സിന് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. അടുത്തതായി നമ്മുടെ ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായി അപ്പോൾ ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വന്ന യോഗ അധ്യക്ഷ ശ്രീമതി സർള വിൻസെന്റ്, നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റും കൂടിയാണ്. അതുപോലെ യോഗം നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച നമ്മുടെ പഞ്ചായത്ത് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ രാജ്മോഹൻ അവർകൾ, സ്വാഗത പ്രാസംഗിക, ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി ഹോസ്പിറ്റൽ മാനേജിംഗ് കമ്മിറ്റി പ്രധാനമായിട്ട് അത് പറയും മുമ്പായിട്ട് നന്ദി. ഒരു ചടങ്ങിൻ്റെ അവസാനമാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു പരിപാടി സാധാരണഗതിയിൽ സംഘടിപ്പിക്കുക ഏറ്റവും ക്ലേശകരമായ കാര്യമാണ്. ഒരു പഞ്ചായത്ത് തലത്തിൽ ഒരു നിർവഹണ ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്ലേശകരമായ പരിപാടി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിപാടിക്ക് ആളെ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ക്ലേശകരമായ പരിപാടി. ശരിക്കും നിറഞ്ഞ സദസ്സ് കാണുമ്പോൾ കണ്ണ് നിറയുകയാണ് ശരിക്കും പറഞ്ഞാൽ. അതിന് പ്രത്യേകം നന്ദി നമ്മുടെ വൈസ് പ്രസിഡന്റിനോട് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. പിന്നെ HMC അംഗങ്ങളും പല പരിപാടികളിലും HMC ഹോസ്പിറ്റൽ മാനേജിംഗ് കമ്മിറ്റി ഒരു ആരോഗ്യ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ബോഡിയാണ് അവിടുത്തെ ഹോസ്പിറ്റൽ മാനേജിംഗ് കമ്മിറ്റി. ഹോസ്പിറ്റൽ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു നല്ല കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിനകത്ത് ആരോഗ്യപരമായ കാര്യങ്ങളിലുള്ള ബസ്സുകളെന്ന് പറയുന്നത് ഒരിക്കലും ഒരു
സരസമായ കാര്യം അല്ല അല്ലേ. സ്കൂളുകളിൽ പഠിച്ചപ്പോൾ തൊട്ട് എങ്ങനെയെങ്കിലും ക്ലാസ് വിട്ടാൽ മതി, സ്കൂൾ വിട്ടാൽ മതി എന്ന് പറയുന്ന ഒരു തലമുറയിൽപ്പെട്ട ആൾ തന്നെയാണ് ഞാനും. അതുകൊണ്ട് പിടിച്ചിരുത്തി ക്ലാസ് എടുക്കുക എന്ന് പറയുന്നത് ഒട്ടും തന്നെ രസകരമായ കാര്യമല്ല എന്ന് എനിക്കറിയാം. മാത്രമല്ല, ഇന്ന് ക്ലാസ്സുകളുടെ ആവശ്യവുമില്ല. വിജ്ഞാനങ്ങളെല്ലാം വിരൽത്തുമ്പിലാണ് അല്ലേ. എല്ലാവരും ക്ലാസ്സുകളിൽ ഇരുന്ന് തന്നെ മറ്റുള്ള വിജ്ഞാനം നമ്മൾ ഫോണിൽ സെർച്ച് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ്. അതുകൊണ്ട് ഒരു പ്രസംഗം എന്ന് പറയുന്നത് പലപ്പോഴും അധിക പ്രസംഗമായിരിക്കും. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. എന്നിരുന്നാലും ഇന്നത്തെ ദിവസം ഇത് ശരിക്കും ദേശീയമായിട്ട് ആയുർവേദ ദിനം ആചരിക്കുന്നതിൻ്റെ 10ാമത്തെ ആയുർവേദ ദിനമാണ് നമ്മൾ ഇന്ന് ആചരിക്കുന്നത്, സെപ്റ്റംബർ 23. ഇതിനു മുമ്പുള്ള വർഷങ്ങളിലും 9ാം വാർഷികം വരെ നമ്മൾ ആചരിച്ചിരുന്നു ആയുർവേദ ദിനം. പക്ഷെ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. പല ദിവസങ്ങളിൽ ധന്വന്തരി ജയന്തി എന്നുള്ള രീതിയിലാണ് അത് ആചരിച്ചിരുന്നത് കഴിഞ്ഞ വർഷം വരെ. ഇപ്പം അത് ഡേറ്റ് മാറി മാറി വരും. നമ്മൾ ഓണം, ക്രിസ്മസ് മാറില്ല, നമ്മൾ ഓണത്തൊക്കെ തീയതിയൊക്കെ മാറുമല്ലോ. അപ്പം അതുപോലെ ഇത് മാറി മാറി വരുന്ന ഒരു രീതിയിലായിരുന്നു കഴിഞ്ഞ വർഷം വരെ. ഈ 10ാമത്തെ ദേശീയ ആയുർവേദ ദിന ആചരണം മുതൽ ഇനി ഈ സെപ്റ്റംബർ 23 ആയിരിക്കും മുന്നോട്ടുള്ള വർഷങ്ങളിൽ 11ാമത്തെയും 12ാമത്തെയും ഒക്കെ ദിനാചരണങ്ങൾ നടത്തപ്പെടുന്നത്. ഏകദേശം ഇന്നാണ് ദിനാചരണമെങ്കിലും ഏകദേശം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടികളോടുകൂടി ആയുർവേദ വകുപ്പ്, പിന്നെ നാഷണൽ ആയുഷ് മിഷൻ എന്ന് പറഞ്ഞിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു വകുപ്പുണ്ട്, കേന്ദ്രത്തിന്റെ കീഴിൽപ്പെടുന്ന, എല്ലാവരും ചേർന്നിട്ടാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അതിന്റെ സംസ്ഥാന തല ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം നടക്കുകയാണ്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വെള്ളാർട ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വെള്ളാർ ഗ്രാമപഞ്ചായത്ത് നിവാസികൾക്കും തൊട്ടടുത്തുള്ള ഒട്ടനവധി ഗ്രാമപഞ്ചായത്തിനും ആശ്രയമായിട്ടുള്ള ഒരു ആയുർവേദ സ്ഥാപനമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വെള്ളാർട ആയുർവേദ ഡിസ്പെൻസറി. കുറച്ചൊക്കെ നമ്മൾക്ക് തിരക്ക് കൂടുതലായത് കാരണമുള്ള കുറച്ച് പരിമിതികൾ എല്ലായിടത്തും നമുക്ക് സ്ഥാപനങ്ങളിൽ ഉണ്ടാവും. തീർച്ചയായിട്ടും അത് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അതൊക്കെ പരിഹരിക്കപ്പെടുന്നതാണ്. പ്രധാനമായിട്ട് ആയുർവേദത്തിൻ്റെ ചില ആശയങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനേ നമുക്ക് ആയുർവേദ ദിന ആചരണം ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് എന്ന് മാത്രമേ നമുക്ക് ഒരു കുറച്ച് സമയത്തിനകത്ത് നിങ്ങളെല്ലാവരും എണീറ്റ് പോകും മുന്നേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. ശരിയല്ലേ? ഈ കാര്യങ്ങൾ മൊത്തം ഒരു ക്ലാസ് ആയിട്ട് നമുക്ക് പഠിപ്പിക്കാൻ കഴിയില്ല. കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ നമുക്കിതിനകത്ത് പറയാൻ കഴിയും. പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ പ്രസംഗത്തിൻ്റെ ആ സമയത്ത് പറഞ്ഞതുപോലെ നമുക്ക് എന്താണ് ആയുർവേദം എന്ന് പറയുന്നത് നമുക്ക് പുതുതായിട്ടൊരു മേൽവിലാസം നിങ്ങൾക്ക് തരേണ്ട ഒരു ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അറിവുകൾ നമുക്ക് എല്ലാവർക്കും ഏകദേശം ഒരുപാടുണ്ട്. പക്ഷേ ആയുർവേദം എന്ന് പറയുന്നത് മനസ്സിലാക്കും മുമ്പ് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചാണ് കൂടുതൽ മനസ്സിലാക്കേണ്ടത്. നമ്മളെല്ലാവരും കേൾക്കുന്നുണ്ടല്ലേ, കോവിഡിന് ശേഷമൊക്കെ 35 വയസ്സുള്ള ആള്, 40 വയസ്സുള്ള ആള് ഓണാഘോഷം നടത്തിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അതിൽ 2 ചുവട് വെച്ച ആള്, ബാഡ്മിൻ്റൺ കഴിഞ്ഞ് വീട്ടിൽ വന്ന അയാൾ, ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ട് നിന്ന 40-കാരൻ, 35-കാരൻ അല്ലെങ്കിൽ 38-കാരി കുഴഞ്ഞു വീണു മരിച്ചു എന്നൊക്കെ പറഞ്ഞ് ശരിയല്ലേ? ഒരു നമ്മുടെ വിപണിയിൽ ഇപ്പോൾ ഏത് സ്ഥാപനങ്ങൾ എടുത്താലും നമ്മളൊരു ഫോൺ എടുക്കാൻ പോകുന്നു, ബിഗ് ബില്യൺ ഡേയ്സ് ഒക്കെ വരുന്നുണ്ട് ആമസോണിലൊക്കെ. അതൊക്കെ എടുത്ത് നോക്കിയാലും 1 വർഷം ഗ്യാരണ്ടി, 2 വർഷം ഗ്യാരണ്ടി, 3 വർഷം ഗ്യാരണ്ടി ഉണ്ട്. ഒരു ഗ്യാരണ്ടിയും ഇല്ലാതെ ഈ ഭൂമിയിലുള്ള ഏക വസ്തു മനുഷ്യ ശരീരം മാത്രമാണ് അല്ലേ? അതുകൊണ്ട് തന്നെ ആർക്കും ഗ്യാരണ്ടി തരാൻ പറ്റില്ല. ടേം ഇൻഷുറൻസ് തരും. 25 ലക്ഷം രൂപ വിലയിടും, എനിക്കൊരു 50 ലക്ഷം രൂപ വിലയിടും, നിങ്ങൾക്കൊരു 1 കോടി രൂപ വിലയിടും ടേം ഇൻഷുറൻസ്. അതിനനുസരിച്ചുള്ള പൈസ വാങ്ങിയിട്ട് അവരെന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിന് വിലയിടും. പക്ഷെ നമ്മുടെ ജീവന് ഗ്യാരണ്ടി ആർക്കും തരാൻ പറ്റത്തില്ല. അവയവങ്ങൾക്ക് വിലയേ ഉള്ളൂ. ആരും വാങ്ങില്ല. ജീവൻ പൊക്കഴിഞ്ഞാൽ ആരും വാങ്ങില്ല. ജീവൻ എങ്ങനെയാണ് പോകുന്നത്, ഏതിലെയാണ് പോകുന്നതെന്ന് ആർക്കും അറിയാനും കഴിയില്ല. അതുകൊണ്ട് ഹെൽത്ത് ഈസ് വെൽത്ത്, മഹാത്മാഗാന്ധി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യം എന്ന് പറയുന്നത് ഏറ്റവും വലിയ, നമ്മൾ വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന് പറഞ്ഞതുപോലെ വിദ്യ പോലെ തന്നെ ആരോഗ്യമാണ് ഏറ്റവും എല്ലാത്തിൻ്റെയും. ഒരു മനുഷ്യൻ മുന്നോട്ട് പോകണമെങ്കിൽ ആരോഗ്യമാണ് ഏറ്റവും ആവശ്യം അല്ലേ? നമ്മളൊക്കെ ഈ പഞ്ചായത്തിൻ്റെ ദയവായി ശ്രദ്ധിക്കൂ, പഞ്ചായത്തിൻ്റെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. നമുക്ക് നമ്മുടെ സമൂഹത്തിലൊക്കെ ഇങ്ങനെ നമ്മൾ പല മീറ്റിങ്ങുകളിലും കണ്ടുകൊണ്ടിരുന്ന കുറച്ച് പേരെ നമുക്ക് കാണുന്നില്ലല്ലോ. തിരക്കുമ്പോഴത്തേക്കും പാലിയേറ്റീവ് കെയറിലായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എനിക്കും നിങ്ങൾക്കും ഒക്കെ വരാമെന്നുള്ള, ഏത് സമയത്തും വരാമെന്നുള്ള അവസ്ഥയാണ് പാലിയേറ്റീവ് കെയർ. പഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേക പാലിയേറ്റീവ് കെയർ പദ്ധതിയുണ്ട്, അതിന് വണ്ടിയുണ്ട്. അവർ വീട്ടിൽ പോയിട്ട് ആയുർവേദത്തിനും പ്രത്യേകിച്ച് നമ്മൾ പോയി നോക്കുന്നുണ്ട്. പാലിയേറ്റീവ് കെയർ അറിയാമല്ലോ അല്ലേ? അതൊരു ചികിത്സയല്ല, നമ്മൾ വീട്ടിൽ പോയി. നമ്മളെപ്പോലെ വളരെ ചെറുപ്പക്കാരൊക്കെയാണ് പലരും പാലിയേറ്റീവ് കെയറിലേക്ക് പോകുന്നത്. ഒരു അപകടം കൊണ്ടായിരിക്കാം, ഒരു രോഗം കൊണ്ടായിരിക്കാം. അപ്പം അവർ സമൂഹത്തിൽ നിന്ന് അവരുടെ ഒരു പ്രാധാന്യം ക്രമേണ നഷ്ടപ്പെട്ട് അതായത് സമൂഹത്തിലേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ